നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വർണ്ണകങ്ങളെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. വർണ്ണകങ്ങൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. വർണ്ണകങ്ങൾ നമ്മൾ വർണ്ണകങ്ങളെ പറ്റിയിട്ട് ധാരാളം കേട്ടിട്ടുണ്ട്. സസ്യങ്ങളുടെ ഇലകൾക്കും പൂക്കൾക്കും തണ്ടിനും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നത് വർണ്ണകങ്ങളാണെന്ന് നമ്മൾ ഒരുപാട് ആവർത്തി കേട്ടതാണ്. അപ്പോൾ ഏതൊക്കെ വർണ്ണകങ്ങളാണ്, ഏതൊക്കെ നിറങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇലകൾക്ക്, പൂക്കൾക്ക്, ഇവയ്ക്കെല്ലാം അല്ലെങ്കിൽ ഫലമായിക്കോട്ടെ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. നമ്മളൊരു ചുവന്ന നല്ല ഭംഗിയുള്ള റോസാപ്പൂവ് കാണുകയാണെങ്കിൽ ആ ചുവന്ന റോസാപ്പൂവിൻ്റെ ആ ചുവപ്പ് നിറത്തിന് ആ നിറം നൽകുന്നത് ആന്തോസയാനിനാണെന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഭംഗി മാത്രം ആസ്വദിച്ചാൽ പോരാ, ആ ഭംഗി എങ്ങനെ വന്നു എന്നും കൂടി ചിന്തിക്കണം. അങ്ങനെയാണ് നമുക്ക് പരീക്ഷയിലേക്ക് എന്ത് ചെയ്യുക, മറക്കാതെ ഓർക്കാൻ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് നല്ലൊരു ചുവന്ന റോസാപ്പൂ ഓർത്തെടുക്കുക. ആ ചുവന്ന റോസാപ്പൂവിന് അത്രയും ഭംഗി നൽകിയത്, അതിൻ്റെ ചുവപ്പ് നിറം നൽകിയത് ആന്തോസയാനിനാണ് എന്ന് ഓർത്തു വെക്കുക. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന വർണ്ണകം. ഇനി നമുക്ക് നോക്കാം. പൂക്കൾക്ക് മഞ്ഞ നിറം അല്ലെങ്കിൽ ഇലകൾക്ക് മഞ്ഞ നിറം, ഫലങ്ങൾക്ക് മഞ്ഞ നിറം. ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന പൂക്കളൊക്കെ നമ്മൾ നോക്കുക. സൂര്യകാന്തി പൂവ് നോക്കുക. ആ സൂര്യകാന്തി പൂവിൻ്റെ ഇതളുകളൊക്കെ നല്ല മഞ്ഞ നിറത്തിലല്ലേ? അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലെ അരുളിപ്പൂവ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ മഞ്ഞ നിറത്തിലെ പൂക്കൾക്ക് അല്ലെങ്കിൽ ചില ഇലകളില്ലേ, നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണാറുണ്ട് മഞ്ഞ നിറത്തിലെ ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ നടന്നൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ മഞ്ഞ കളറിലെ പൂവോ ഇലയോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഓർക്കുക, ഒരു ചെടിയുടെ പൂവിനും ഇലയ്ക്കും ഫലങ്ങൾക്കുമൊക്കെ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണകമാണ്. നിങ്ങൾ മഞ്ഞ നിറത്തിലെ പൂക്കളൊക്കെ, വാഗപ്പൂവൊക്കെ പൊഴിഞ്ഞു കിടക്കുന്ന ഒരു വഴി കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നത്തില്ലേ? അപ്പോൾ സന്തോഷം തോന്നി. അപ്പോൾ ആ സന്തോഷം സാന്തോഫിൽ എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഈ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. ഇത് കണ്ട് സന്തോഷമുണ്ടായി നിങ്ങൾക്ക്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുക. മഞ്ഞ നിറത്തിലെ പൂക്കളും ഇലകൾക്കും ഫലങ്ങൾക്കും ഒക്കെ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണകമാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കഴിക്കുന്ന മുട്ടയില്ലേ, കോഴിമുട്ടയൊക്കെ, മുട്ടയുടെ മഞ്ഞക്കരു ഇല്ലേ, ആ മുട്ടയുടെ മഞ്ഞക്കരുവിന് ആ നിറം വന്നതും സാന്തോഫിലും ആണ് കേട്ടോ. മുട്ടയുടെ മഞ്ഞക്കരുവിന് മഞ്ഞ നിറം കൊടുക്കുന്നതും സാന്തോഫിലാണ്. അപ്പോൾ പൂക്കൾക്ക്, ഇലകൾക്ക്, ഫലങ്ങൾക്കൊക്കെ മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. മുട്ടയുടെ മഞ്ഞക്കരുവിന് ആ നിറം കൊടുക്കുന്നതും സാന്തോഫിലാണ്. നമ്മൾ രണ്ട് വർണ്ണകം പഠിച്ചു. ഒന്ന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആന്തോസയാനിനാണ്. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആന്തോസയാനിനാണ്. മഞ്ഞ നിറത്തിലുള്ള നിറം നൽകുന്നത് സാന്തോഫിലാണ്. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിലാണ്. ഇനി ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം ഇല്ലേ, അല്ലെങ്കിൽ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നത് കരോട്ടിനാണ്. നിങ്ങൾ ക്യാരറ്റിനെ ഓർത്താൽ മതി. ക്യാരറ്റിന് ആ നിറം കിട്ടുന്നത് കരോട്ടിനാണ്. അപ്പം ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നത് കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണകമാണ്. അത് ഓർത്ത് വെക്കുക. ഇനി മൂത്രത്തിന് മഞ്ഞ നിറമില്ലേ, മൂത്രത്തിൻ്റെ ആ മഞ്ഞ നിറം, ആ മഞ്ഞ നിറം മൂത്രത്തിന് നൽകുന്നത് യൂറോക്രോം എന്ന് പറയുന്ന വർണ്ണകമാണ് കേട്ടോ. എന്താണ്? മൂത്രത്തിൻ്റെ ആ നിറം മൂത്രത്തിന് നൽകുന്നത് യൂറോക്രോം എന്ന വർണ്ണകമാണ്. പിത്തരസത്തിന് അതിന് നിറം നൽകുന്നത് ബിലിറുബിനാണ്. പിത്തരസത്തിന് ആ നിറം നൽകുന്നത് ബിലിറുബിനാണ്. അതുപോലെ മുടിക്ക് നിറം നൽകുന്നത് പാവിലിയ എന്ന് പറയുന്ന വർണ്ണകമാണ്. പാവിലിയ എന്ന് പറയുന്ന വർണ്ണകമാണ്. കുങ്കുമത്തിന് ആ നിറം നൽകുന്നത് ബിക്സിൻ എന്ന് പറയുന്ന വർണ്ണകമാണ്. പാലിന് ആ നിറം നൽകുന്നത് കേസിൻ എന്ന് പറയുന്ന വർണ്ണകമാണ്. പക്ഷെ നമ്മൾ തൂവെള്ള നിറമാണെന്ന് പറഞ്ഞാലും ചെറുതായിട്ടൊരു മഞ്ഞ നിറം, ചെറിയൊരു ലൈറ്റ് ഒരു കളർ ചേഞ്ച് ഇല്ലേ, അത് നൽകുന്നത് റൈബോഫ്ലാബിൻ എന്ന് പറയുന്ന വർണ്ണകമാണ് കേട്ടോ പാലിന്. അതുപോലെ മാംസത്തിന് നിറം നൽകുന്നത് മയോഗ്ലോബിൻ എന്ന് പറയുന്ന വർണ്ണകമാണ്. ബീട്രൂട്ടിന് നിറം നൽകുന്നത് ബീറ്റാസിയാനിൻ. അതുപോലെ തക്കാളിക്ക് ലൈക്കോപ്പീൻ, മഞ്ഞളിന് കുർക്കുമിൻ. ഈ വർണ്ണകങ്ങളൊക്കെയാണ് ഇവയ്ക്കൊക്കെ നിറം നൽകുന്നത്. നമുക്കിതൊന്നും കൂടി നോക്കാം. നല്ല രീതിയിൽ ഒന്നും കൂടി നോക്കണം, ഓർത്ത് വെക്കുക. വർണ്ണകങ്ങളിൽ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. മുട്ടയുടെ മഞ്ഞക്കരുവിന് മഞ്ഞ നിറം നൽകുന്നതും സാന്തോഫിലാണ്.
അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് കരോട്ടിനെ പറ്റിയാണ്. അത് ഓറഞ്ചും കലർന്ന മഞ്ഞ നിറം നൽകുന്നത് കരോട്ടിനാണ്. മൂത്രത്തിന് ആ മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോമാണ്. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോമാണ് എന്ന വർണ്ണകമാണ്. പിത്തരസത്തിന് നിറം നൽകുന്നത് ബിലിറുബിൻ എന്ന വർണ്ണകമാണ്. മുടിക്ക് പാവിലിയ, മുടിക്ക് ആ നിറം നൽകുന്നത് പാവിലിയ എന്ന വർണ്ണകമാണ്. കുങ്കുമത്തിന് നൽകുന്നത് ബിക്സിൻ എന്ന വർണ്ണകമാണ്. കുങ്കുമത്തിന് ആ നിറം നൽകുന്നത് ബിക്സിൻ എന്ന വർണ്ണകമാണ്. പാലിന് കേസിനാണ്, ഒരു ലൈറ്റ് മഞ്ഞ കളർ വരുന്നില്ലേ, അത് റൈബോഫ്ലാബിനാണ്. മാംസത്തിന് മയോഗ്ലോബിനാണ്. ബീട്രൂട്ടിന് ആ നിറം നൽകുന്നത് ബീറ്റാ സിയാനിനാണ്. തക്കാളിക്ക് ലൈക്കോപ്പീനാണ്. മഞ്ഞളിന് കുർക്കുമീനാണ്. അപ്പോൾ ഇത്രയും വർണ്ണകങ്ങളാണ്. ഇത് കേട്ട് റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഒരു വർണ്ണകം ചോദിക്കും. SSCRT പാഠഭാഗത്ത് പ്രധാനമായിട്ടും 3 വർണ്ണകങ്ങളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കരോട്ടിനെ പറ്റി പറയുന്നുണ്ട് പാഠപുസ്തകത്തിൽ, സാന്തോഫിലിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ ആന്തോസയാനിനെ പറ്റിയിട്ടും പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ 3 വർണ്ണകമാണ് SSCRT പാഠപുസ്തകത്തിലെ 5ാം ക്ലാസ്സിൽ പറയുന്നത് എന്ന് കരുതി ഇത് മാത്രമല്ല നമ്മൾ ബാക്കി ഈ വർണ്ണകങ്ങളും കൂടി പഠിക്കുക. മുട്ടയുടെ മഞ്ഞക്കരുവിന് നിറം നൽകുന്നത് സാന്തോഫിലാണ്. ഈ മൂത്രത്തിന് നിറം നൽകുന്നത് യൂറോക്രോമാണ്. പിത്തരസത്തിന് ബിലിറുബിൻ, മുടിക്ക് പാവിലിയ, കുങ്കുമത്തിന് ബിക്സിൻ, പാലിന് കേസിൻ, ഒരു മഞ്ഞ നിറം കൊടുക്കുന്നത് പാലിന് വരുന്ന കളർ ചേഞ്ച് വരുമ്പോൾ റൈബോഫ്ലാബിനാണ്. മാംസത്തിന് മയോഗ്ലോബിനാണ്. ബീട്രൂട്ടിന് ബീറ്റാ സിയാനിൻ, തക്കാളിക്ക് ലൈക്കോപ്പീൻ, മഞ്ഞളിന് കുർക്കുമിൻ. അപ്പോൾ ഇത്രയും വർണ്ണങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക.